നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും സൗദി അറേബ്യൻ ക്ലബ്ബുകൾ ചില നിർണായക നീക്കങ്ങൾ നടത്തുമെന്നറിയാം. പക്ഷേ ഷോക്കിംഗ് ആയിട്ടുള്ള ചില ഡീലുകൾ കൂടി നടന്നേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. മുണ്ടോ ഡിപ്പോർട്ടിവോ കാറ്റലൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് FC ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗനെ സ്വന്തമാക്കാൻ അൽ ഇത്തിഹാദ് ശ്രമിക്കുന്നു എന്നാണ് വാർത്ത. ഇത് ശരിക്കും ഷോക്കിംഗ് ആണ്. കാരണം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അദ്ദേഹം ബാഴ്സലോണയുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കിയത്. 2028 വരെ അദ്ദേഹത്തിന് അവിടെ തുടരാം എന്നുള്ള ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ സീസണിലല്ല, അതിന്റെ മുമ്പത്തെ സീസണിലെ സൗദി അറേബ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള അൽ ഇത്തിഹാദ് അവരുടെ സ്ക്വാഡ് ഒന്ന് റീബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇപ്പം മാർസലോ ഗലാഡോയെ അവർ സാക്ക് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നമുക്കറിയാം, വമ്പൻ താരങ്ങളെ എത്തിച്ചിട്ടും അവർക്ക് വലിയ നേട്ടത്തിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കരീം ബെൻസീമ, എൻഗോളോ കാണ്ടെ, ഫാബിഞ്ഞോ തുടങ്ങിയവരൊക്കെ ഉണ്ടായിട്ടും ഈ സീസണിൽ വലിയ നേട്ടത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ടീം ഒന്ന് കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ള നീക്കത്തിലേക്ക് അവർ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗനെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ആക്കി വെച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് റിപ്പോർട്ട്. നേരത്തെ കാറ്റലൻ ക്ലബ്ബിൽ വർക്ക് ചെയ്തിട്ടുള്ള റമോൻ പ്ലെയിൻസ് ആണ് ഇപ്പോൾ അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുകൂടി വെച്ചുകൊണ്ടാണ് ടെർ സ്റ്റെഗനെ ആകർഷിക്കാനുള്ള ശ്രമത്തിലേക്ക് അവർ പോകുന്നത്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. 32 മത്സരങ്ങളിലാണ് ഈ സീസണിൽ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ടെർ സ്റ്റെഗൻ കളിച്ചിട്ടുള്ളത്. അദ്ദേഹം 2 മാസത്തോളം പരിക്കേറ്റ് പുറത്തുമായിരുന്നു. എന്നിട്ടും മികച്ച പ്രകടനം ടെർ സ്റ്റെഗൻ നടത്തുകയുണ്ടായി. ഇപ്പോൾ ബാഴ്സലോണ കൂടുതൽ മികവിലേക്ക് വരുന്ന സീസണിൽ മാറാൻ ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ ടെർ സ്റ്റെഗനെ പോലൊരു താരത്തെ വിട്ടുകൊടുക്കുമ്പോൾ കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.